പ്രധാന സേവകരെ വരവേൽക്കാൻ ഒരുങ്ങി കന്യാകുമാരി. എന്നാൽ നരേന്ദ്രമോദിക്ക് മുന്നേ ദേവി കന്യാകുമാരിയുടെ മണ്ണിലെത്തിയ മറ്റൊരു നരേന്ദ്രനുണ്ട്. നരേന്ദ്രനാഥ് എന്ന സ്വാമി വിവേകാനന്ദന്റെ ഓർമ്മകൾ കുടികൊള്ളുന്ന പുണ്യഭൂമി കൂടിയാണിവിടം. 30-നാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി എത്തുക. 1892 ഡിസംബർ 25-ന് കന്യാകുമാരിയിലെ ക്ഷേത്രദർശനം നടത്തിയ ശേഷം കടലിൽ കാണുന്ന പാറകളിൽ പോകാൻ ആഗ്രഹിച്ച കാഷായ വസ്ത്രധാരിയായ യുവാവ് തൊട്ടടുത്തുണ്ടായിരുന്ന തോണിക്കാരനോട് അതിനുള്ള സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ നയാ പൈസ കയ്യിലില്ലാത്ത ബിഷുവിനെ സഹായിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ഒട്ടും അമാന്തിക്കാതെ ആർത്തിരമ്പുന്ന കടൽ നീന്തിക്കടന്ന ആ യുവകോമളൻ പരാശക്തിയുടെ കാൽപാദം പതിഞ്ഞ ആ പാറയിൽ 3 രാവും പകലും ധ്യാന നിമഗ്നനായിരുന്നു. ഭാരതത്തിൻ്റെ സമുദ്രാതിർത്തിയിലെ അവസാന കല്ലിൽ തപസ്സിരുന്ന സാക്ഷാൽ നരേന്ദ്രനാഥ് എന്ന സ്വാമി വിവേകാനന്ദൻ്റെ മനസ്സിൽ രാഷ്ട്രത്തിൻ്റെ മൂല്യച്യുതികൾ മിന്നിമറഞ്ഞു. ഭാരതം മഹത്വത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് അധപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ ദർശനം പോലെ മനസ്സിലാക്കിയ അദ്ദേഹം ആ ആത്മബോധത്തിൻ്റെ വെളിച്ചത്തിൽ പടിഞ്ഞാറോട്ട് യാത്രയായി. ആ യാത്രയാണ് ലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ ആധ്യാത്മിക ആത്മാവിനെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയ ചിക്കാഗോ പ്രസംഗം വരെ നീണ്ടത്. പരമോന്നതമായ ആത്മീയബോധത്തിലൂടെ, അതിൻ്റെ നവീകരണത്തിലൂടെ, സംരക്ഷണത്തിലൂടെ മാത്രമേ നഷ്ടപ്രതാപം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന സ്വാമി വിവേകാനന്ദൻ തിരിച്ചറിഞ്ഞതും പരാശക്തിയുടെ അനുഗ്രഹം ആ യുവസന്യാസി ആവോളം നുണഞ്ഞതും ശ്രീപാദപ്പാറ എന്ന ഇന്നത്തെ വിവേകാനന്ദ പാറയിലാണ്. 1962 ജനുവരിയിൽ വിവേകാനന്ദ സ്വാമികളുടെ 100ാം ജയന്തിയോടനുബന്ധിച്ചാണ് അദ്ദേഹം ധ്യാനമിരുന്ന പാറയിൽ സ്മാരകം പണിയാൻ തീരുമാനിച്ചത്. തുടർന്നാണ് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും RSS പ്രചാരകനായ ഏകനാഥ് സെക്രട്ടറിയുമായി ഒരു സമിതി രൂപീകരിച്ചത്. നിരവധി പ്രതിസന്ധികളെ മറികടന്ന് 1970-ൽ സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. അതേ വർഷം തന്നെ സെപ്റ്റംബർ 2-ന് ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയായിരുന്ന VV ഗിരി വിവേകാനന്ദ പാറ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം വിവേകാനന്ദ പാറയ്ക്കായി തങ്ങളാൽ കഴിയും വിധം സംഭാവനകൾ നൽകിയപ്പോൾ കേരളം അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്നുവെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ജനം.